നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കരുവന്നൂർ കേസിൽ പാർട്ടിക്കും നേതാക്കൾക്കുമെതിരായ ഇഡിയുടെ കുറ്റപത്രം രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥയെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. എൽഡിഎഫിന്റെ ഭരണ തുടർച്ചയെ ഭയപ്പെടുന്നവർ നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണിതെന്നും വിജയരാഘവൻ. ദേശീയപാത മുടിക്കോട് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഓട്ടോ ഡ്രൈവർ മരിച്ചു. പീച്ചി മയിലാടുംപാറ സ്വദേശി അനൂപാണ് മരിച്ചത്. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. അഴീക്കോട് കടപ്പുറത്ത് ചാക്കുകളും ടിന്നുകളും അടിഞ്ഞു. കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട കപ്പലിലേതാണെന്ന് സംശയം കണ്ടെത്തിയ വസ്തുക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പൈതൃക മതിലിൽ വിള്ളൽ വീണു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച മതിൽ മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും വിണ്ടുകീറാൻ കാരണം നിർമ്മാണത്തിലെ അപാകതയാണെന്ന് നാട്ടുകാർ. ചെറുതുരുത്തി ഷൊർണൂർ ഭാരതപ്പുഴയിലെ തടയണയുടെ ഷട്ടറുകൾ തുറന്നില്ല. ജനങ്ങൾ ആശങ്കയിൽ. കനത്ത മഴയെ തുടർന്ന് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചെറുതുരുത്തി ഷൊർണൂർ തടയണയുടെ ഷട്ടറുകൾ തുറക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. കൊടകര ആളൂർ സംസ്ഥാന പാതയിലെ ആളൂർ കുട സ്റ്റോപ്പിന് സമീപം കൂറ്റൻ മരം റോഡിന് കുറുകെ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പെർമിറ്റിലെ നിബന്ധനകൾ പാലിക്കാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് ആർടിഒ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ പിടികൂടി. ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, തൃപ്രയാർ, ആനക്കല്ല് റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ഹരിറാം ബസ്സാണ് പിടികൂടിയത്. കരുവന്നൂർ കേസിൽ സിപിഎം നേതാക്കൾക്കെതിരായ ഇഡി നടപടിയിൽ പ്രതിഷേധിച്ച് എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രതിഷേധ യോഗം ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ.ഡി. ബാഘുലയൻ ഉദ്ഘാടനം ചെയ്തു. സിപിഎം നേതാക്കൾക്കെതിരെ ഇഡി വ്യാജ കുറ്റപത്രം തയ്യാറാക്കിയെന്നാരോപിച്ച് സിപിഎം പ്രവർത്തകർ കൊടകരയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. സിപിഎം ഏരിയ കമ്മിറ്റി അംഗം പി.ആർ. പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് കുളമായി. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ പടാക്കുളം ജംഗ്ഷനിൽ റോഡിന് നടുവിലാണ് കുഴി രൂപപ്പെട്ടത്. ബിജെപി ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർക്കുള്ള ശില്പശാല സംഘടിപ്പിച്ചു. ബിജെപി മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി എൻ.ആർ. വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് NSS കരയോഗവും മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ സയൻസ് ലയൺസ് ക്ലബും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. മുണ്ടത്തിക്കോട് DVLPS സ്കൂളിൽ നടന്ന ക്യാമ്പ് ഡോക്ടർ ആശാ ശ്യാം ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ജ്വാല അങ്കണവാടിയുടെ നിർമ്മാണ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. 2021-24 ബാച്ചിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ LLB പരീക്ഷയിൽ എരുമപ്പെട്ടി സ്വദേശിനി ജൂലിയ ഷാജിന് 1ാം റാങ്ക്. KMCT ലോ കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന ജൂലിയ നെഹ്റു അക്കാദമി ഓഫ് ലോ കോളേജിൽ LLM വിദ്യാർത്ഥിനിയാണിപ്പോൾ. ഗുരുവായൂർ ഇരിങ്ങപ്പുറം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. എഴുന്നള്ളിപ്പിന് കൊമ്പൻ ശങ്കരനാരായണൻ തിടമ്പേറ്റി. സ്കൂളുകൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തൃശൂർ നഗരത്തിലെ സ്കൂളുകളുടെ പരിസരത്തുള്ള റോഡുകൾ ശോചനീയാവസ്ഥയിൽ. പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡുകളുടെ അറ്റകുറ്റപ്പണി എങ്ങുമെത്തിയില്ല. തിരുവിലാമല പഞ്ചായത്ത് കൃഷിഭവന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയായ പച്ചക്കറി കൃഷി സ്വയം പര്യാപ്തതയുടെ ഭാഗമായുള്ള പച്ചക്കറി തൈകളുടെ വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു. കൊണ്ടാഴി പഞ്ചായത്തിൽ നടന്ന പച്ചക്കറി തൈകളുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി അധ്യക്ഷയായിരുന്നു.
മച്ചാട് ഗവൺമെന്റ് LP സ്കൂളിൽ 1,05,00,000 രൂപ ചിലവഴിച്ച് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിച്ചു. LP സ്കൂൾ ഹാളിൽ ചേർന്ന യോഗം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വിഷു ബമ്പർ നറുക്കെടുപ്പ് നടന്നു. ഒന്നാം സമ്മാനം 12 കോടി രൂപ. BD 20 42 66 നമ്പറിന് പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. പെരിങ്ങാവ് വില്ലേജ് ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തത് മൂലം വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്ന ജനങ്ങൾ വലയുന്നു. വിവിധ ആവശ്യങ്ങൾക്ക് വരുന്നവരാണ് 2 മാസത്തിലേറെയായി വലയുന്നത്. ഇഞ്ചക്കുണ്ട് ഗ്രാമത്തിന്റെ കുടിയേറ്റ വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 4-ന് ഇഞ്ചക്കുണ്ട് ലൂർദ് മാത സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. KPMS ആളൂർ യൂണിയന് കീഴിലുള്ള പന്നപ്പിള്ളി ശാഖയുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. KPMSന്റെയും പഞ്ചമി സ്വയം സഹായ സംഘത്തിന്റെയും സംസ്ഥാന കമ്മിറ്റി അംഗം ശാന്ത ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ആർത്തവ ശുചിത്വ ദിനത്തിനോടനുബന്ധിച്ച് നെറ്റിശ്ശേരിയിൽ കരുണം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആർത്തവ ശുചിത്വ ബോധവൽക്കരണവും സൗജന്യ മെൻസ്ട്രൽ കപ്പ് വിതരണവും നടത്തി. കരുണം ഫൗണ്ടേഷൻ ചെയർമാൻ ജെൻസൺ ജോസ് കാക്കശ്ശേരി, അനു നന്ദ, സ്മിത ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ പാറമേക്കാവ് കലാക്ഷേത്രത്തിന്റെ 25ാം വാർഷികാഘോഷവും പാറമേക്കാവ് രാജപ്പൻമാരാർക്കുള്ള വീരശൃംഖല സമർപ്പണവും വെള്ളിയാഴ്ച നടക്കും. ക്ഷേത്രം അഗ്രശാലയിൽ നടക്കുന്ന വാർഷികാഘോഷം സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ നിർവഹിക്കും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.